Hi all, welcome to the online classes of Crystal Institute. Myself, Sreenath. Today we are going to discuss about the topic cell cycle and cell division. ഇത് നീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് 3 ടോപ്പിക്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് സെൽ സൈക്കിൾ, രണ്ടാമത്തേത് മൈറ്റോസിസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, മൂന്നാമത്തത് മിയോസിസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അങ്ങനെ ഈ 3 ടോപ്പിക്സിൽ നിന്നും മാത്രമായിട്ട് നമുക്ക് 12 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്നും നമുക്ക് 12 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നീറ്റ് എക്സാമിന് ഈ ചാപ്റ്റർ. എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ സെൽ സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ നമ്മൾ പറയാനുള്ളത് എന്താണ് സെല്ല്, വാട്ട് ഈസ് മീൻ ബൈ സെൽ. സെൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഒരു ലൈഫിന്റെ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ, അതിപ്പോ ഏതോ ആയിക്കോട്ടെ, ഏതൊരു ലിവിങ് ഓർഗാനിസം എടുത്ത് നോക്കിയാലും നമുക്ക് ഈ സെൽ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഒരു ബേസിക് യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. നമ്മുടെ സെല്ല് കണ്ടെത്തിയത്, ഡിസ്കവർ ചെയ്തത് നമ്മുടെ റോബർട്ട് ഹുക്കാണ്. 1665 റോബർട്ട് ഹുക്ക് ഈ സെല്ലിനെ ഡിസ്കവർ ചെയ്യുകയുണ്ടായി. സെല്ല് ഡിസ്കവർ ചെയ്തതിനു ശേഷം 1665 ശേഷം പലരും വന്നു പല തരത്തിലുള്ള സെല്ലുകളെ കുറിച്ചും, പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, യൂക്യാരിയോട്ടിക് സെൽ, പ്രൊക്യാരിയോട്ടിക് സെൽ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പല സെൽസിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. കാരണം ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് നോളജ് ആണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സെൽ എന്താണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ സെല്ല് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സെൽ സൈക്കിളിനെ കുറിച്ചും സെൽ ഡിവിഷനെ കുറിച്ചും പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സെൽ ഡിവിഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സെൽ ഡിവിഷനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസം, ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന്റെ ഡിവിഷനും അല്ലെങ്കിൽ റീപ്രൊഡക്ഷനും അതിന്റെ ഗ്രോത്തും. അപ്പൊ ഒരു ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒരു ഓർഗാനിസത്തിൽ നടക്കുന്നത് എപ്പോഴും അതിലുള്ള സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സെല്ലിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെല്ലിന്റെ എൻലാർജ്മെന്റിനെയും സെല്ലിന്റെ ഡിവിഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്തും റീപ്രൊഡക്ഷനും നടക്കുന്നത്. അപ്പം ആ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞു വന്നത്, സെല്ല് ഒരു മാക്സിമം ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പം, അല്ലെങ്കിൽ ആ സെല്ല് അതിന്റെ മാക്സിമം സൈസ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പം അവിടുന്ന് ആ സെല്ല് എന്തായി മാറും? ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ആ സെൽ ഡിവിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ആ മെക്കാനിസത്തിനെ, ആ ഡിവിഷൻ, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഒരു സെല്ലിന്റെ ഡിവിഷനെയും അതിന്റെ മൾട്ടിപ്ലിക്കേഷനെയും കൂടെ ചേർത്ത്, ആ മെക്കാനിസത്തിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ റീപ്രൊഡക്ഷൻ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മുടെ തിയറി എക്സാമിലാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ 1 മാർക്കായിട്ട് ചോദിക്കും. ഇതല്ല, നമ്മളൊരു നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിലാണെങ്കിൽ സെൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കായിട്ട് ചോദിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ചോദിച്ചു വന്നിട്ടുമുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? സെൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഡിവിഷനും ആ സെല്ല് എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെക്കാനിസം, ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ദെൻ സെൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയാൻ പോകുന്നത്, സെൽ ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെല്ലിന്റെ സൈക്കിളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്, സെൽ സൈക്കിൾ. അപ്പൊ അവിടെ സെൽ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന, ഒരു സെല്ലിനകത്ത് നടക്കുന്ന സീക്വൻസസ് ഓഫ് ഇവന്റ്സ് ആണ്. സീക്വൻസസ് ഓഫ് ഇവന്റ്സ് ഇൻ എ സെൽ ബൈ വിച്ച് ദ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം and synthesis the other constituents and eventually divide into 2 daughter cells. സാധാരണഗതിയിൽ ഒരു സെല്ലിനുള്ളിൽ നടക്കുന്ന സീക്വൻസ് ഓഫ് ഇവന്റ്സ്, കുറേ അധികം സീക്വൻസ് ഓഫ് ഇവന്റ്സുകൾ നടന്നിട്ടാണ് സെല്ലിന്റെ ഒരു മൊത്തത്തിലുള്ള ഡിവിഷൻ പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പം സീക്വൻസ് ഓഫ് ഇവന്റ്സ് എങ്ങനെ? അവിടെ നടക്കുന്ന ജീനോം, സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ട് ഡബിൾ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡബിൾ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്.
ജീനോമിനെ സിന്തസൈസ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ്, സെല്ലിന്റെ ഓർഗനൽസ്, ബാക്കി സെൽ ഓർഗനൽസ് എല്ലാത്തിനെയും വീണ്ടും അവര് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ അതിന് സിന്തസൈസ് ചെയ്യണം. മൾട്ടിപ്ലൈ അല്ല, സിന്തസൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്തിട്ട് ദെൻ അതിനുശേഷം അത് ഇവൻച്വലി ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ ന്യൂക്ലിയായി മാറുന്നു, അല്ലെങ്കിൽ ഡോട്ടർ സെല്ലായി മാറുന്നു. ആ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ സെൽ സൈക്കിൾ ആണ് നമ്മൾ പറഞ്ഞത്, സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇൻ വിച്ച് എ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം ആൻഡ് സിന്തസൈസ് അതർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ഇവൻച്വലി ഡിവൈഡ് ഇൻടു 2 ഡോട്ടർ സെൽസ്. അതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് വിളിച്ചത്. ഈ സെൽ സൈക്കിള് ഹൊവാർഡും പെൽക്കും കൂടിയാണ് ഡിസ്കവർ ചെയ്തത്. ഹൊവാർഡും പെൽക്കും കൂടിയാണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. 1953 ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഓർഗാനിസത്തിന്റെയും സെല്ലുകളിൽ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലെ തന്നെ മൾട്ടിപ്പിൾ സെൽ ഓർഗാനിസം ആണെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ, ഓരോ ഓർഗാനിസത്തിലെ ഡിഫറെന്റ് സെൽസിൽ തന്നെ ഡിഫറെന്റ് ടൈം പീരീഡ് എടുത്തിട്ടായിരിക്കും ഈ സെൽ സൈക്കിൾ നടക്കുക. സെൽ സൈക്കിൾ എന്ന് പറയുന്നത് കുറേയധികം ഇവന്റ്സുകളാണ്, സീക്വൻസുകൾ ഓഫ് ഇവന്റ്സുകളാണ്. അപ്പൊ ആ സീക്വൻസസ് ഓഫ് ഇവന്റ്സ് എല്ലാം തന്നെ നടക്കുന്നത് ഒരേ ടൈം പീരീഡിലായിരിക്കണമെന്നില്ല. അപ്പം പല പല സെല്ലുകളിൽ പല പല ടൈം പീരീഡിലായിരിക്കും ഇത് നടക്കുന്നത്. ആ ടൈം പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈഫ് സ്പാൻ ഓഫ് ദ സെൽ. ആ സെല്ലിന്റെ, ഏത് സെല്ലാണോ ആ സെല്ലിന്റെ ലൈഫ് സ്പാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ പറഞ്ഞ ഇവന്റുകളെല്ലാം തന്നെ നടക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ്. അപ്പൊ ഓരോ സെല്ലിനും ഓരോ ടൈം പീരീഡുകളാണ് ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ടിപ്പിക്കൽ മമേലിയൻ സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ടിപ്പിക്കൽ മമേലിയൻ സെൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിന്റെ സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ആ സെല്ലിന് ഈ സൈക്കിൾ എല്ലാം നടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സീക്വൻസുകളെല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് 24 hours ആണ്. 24 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഇവന്റുകളെല്ലാം നടക്കുന്നത്. അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്താലേ നമ്മളുടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ 2 സെല്ലുകൾ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതേ ഇവന്റുകളൊക്കെ തന്നെ ഈസ്റ്റ് സെല്ലിലാണെന്ന് നോക്കാം. ഈസ്റ്റ് സെല്ലിലാണെങ്കിൽ ജസ്റ്റ് 19 മിനിറ്റ്സിൽ ഇത് നടക്കും, പെട്ടെന്ന് തന്നെ. ഇതേ ഇവന്റുകൾ തന്നെ നടക്കുന്നത്, പക്ഷെ 19 മിനിറ്റ്സിനുള്ളിലാണ് ഇത് നടക്കുന്നത്. എന്നാൽ ബാക്ടീരിയൽ സെല്ല് നോക്കിയാലോ, ബാക്ടീരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 20 മിനിറ്റ്സ് മതി. 90 മിനിറ്റ്സും വേണ്ട, 20 മിനിറ്റ്സ് മതി. 20 മിനിറ്റ്സ് കൊണ്ട് ഈ സെല്ല് ഡിവൈഡ് ചെയ്യും, അല്ലെ ഈ പറഞ്ഞ സീക്വൻസുകളെല്ലാം തന്നെ നടക്കും. അതേപോലെ നമ്മുടെ ഓണിയൻ റൂട്ട് ടിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേണ്ടുന്നത് 20 hours ആണ്. 20 മണിക്കൂർ എടുത്തെങ്കിൽ മാത്രമേ ഈ ഡിവിഷൻ എല്ലാം നടക്കത്തുള്ളൂ. അപ്പം ഡിഫറെന്റ് സെല്ലുകൾക്ക് ഈ ഡിഫറെന്റ് ലൈഫ് സ്പാൻ കണ്ടു. എന്നാൽ ലിവർ സെൽ ഒന്ന് നോക്കാം. ലിവർ സെല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 year വേണം, ഒരു വർഷം അത്രയും വലിയ നീണ്ടു നിൽക്കുന്ന ഒരു ഡിവിഷൻ സീക്വൻസുകളൊക്കെയാണ് അവിടെ നടക്കുക. അത്രയും നടന്നെങ്കിൽ മാത്രമേ ഈ ലിവർ സെല്ല് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഈവൻ ഒരു ഓർഗാനിസത്തിൽ തന്നെയുള്ള ഡിഫറെന്റ് സെല്ലുകൾക്ക് ഡിഫറെന്റ് ടൈം വന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ലൈഫ് സ്പാൻ വന്നു. ഓക്കെ, അപ്പം അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഒരു സെല്ലിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ലൈഫ് സ്പാൻ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വേരി ചെയ്ത് വരും. 24 മണിക്കൂറായാലും 20 മണിക്കൂറായാലും 20 മിനിറ്റ് ആയാലും അവിടെ നടക്കുന്ന ഇവന്റുകളും സീക്വൻസുകളും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സെൽ സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. ഈ സെൽ സൈക്കിളിനെ മെയിൻ ആയിട്ടും നമുക്ക് 2 ഫേസസ് ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 2 ഫേസസ്, 2 phases in a സെൽ സൈക്കിൾ. ഒരു സെൽ സൈക്കിളിൽ 2 ഫേസസ് ആണുള്ളത്, 2 ഫേസസ്. ആ 2 ഫേസിൽ ഒന്നാമത്തത് ഇന്റർഫേസ് ആണ്, ഇന്റർഫേസ്. രണ്ടാമത്തത് മൈറ്റോട്ടിക് ഫേസ്, അല്ലെങ്കിൽ അതിനെ എം ഫേസ് എന്ന് വിളിക്കാം. അപ്പം ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ്. അതായത് ഒരു സെൽ ഡിവിഷൻ നടക്കാൻ
ഒരു സെൽ സൈക്കിൾ മൊത്തത്തിൽ വരുമ്പം ഒരു സെൽ ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആ സെല്ല് തുടക്കം മുതലേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഇന്റർഫേസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്, ഇന്റർഫേസ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽ സൈക്കിൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 95% ഈ ഇന്റർഫേസ് ആയിരിക്കും. ഇവിടെ ഇതാണ്ടേ ഈ കാണുന്ന ഈ ഫേസിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. ഇന്റർഫേസ് ഇതാണ്ടേ ഈ കാണുന്ന ഫേസ് ആണ് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസ്. അതായത് ആക്ച്വൽ ഡിവിഷൻ നടക്കുന്നത് വളരെ ചെറിയ സമയത്തും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ബാക്കിയുള്ള ടൈമിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്റർഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ സെൽ സൈക്കിൾ 2 ഫേസസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇന്റർഫേസും അതുപോലെ തന്നെ എം ഫേസും. ഓക്കെ, ഇനി ഇന്റർഫേസിലേക്ക് പോകാം. ഇന്റർഫേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്റർഫേസ് എന്ന് പറയുന്നത് അതെന്താണെന്നാ പറഞ്ഞേ? പ്രിപ്പറേറ്ററി ഫേസ് എന്നാ പറഞ്ഞേ. പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ ആ പ്രിപ്പറേഷൻ പീരീഡ്, ടൈം പീരീഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർഫേസ് എന്ന് നമ്മൾ പറഞ്ഞത്. അതെ, ഇന്റർഫേസിനെ നമുക്ക് ഇനി വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇന്റർഫേസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് G1 ഫേസ്, രണ്ടാമത്തത് ES ഫേസ്, മൂന്നാമത്തത് G2 ഫേസ്. അപ്പം G1 ഫേസ്, ES ഫേസ്, G2 ഫേസ്, അങ്ങനെ 3 ഫേസുകൾ ചേരുന്നതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എം ഫേസും കൂടെ ചേരുമ്പം എന്തായി? സെൽ സൈക്കിള് കംപ്ലീറ്റ് ആയി. എന്നാൽ ഇനി ഒരു ചെറിയ ഫേസ് കൂടിയുണ്ട്, അതിനെ നമ്മൾ G0 ഫേസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി G0 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് G0 ഫേസ് അതിനെ നമ്മൾ പറയുന്നത് ഒരു റെസ്റ്റിംഗ് പീരീഡ് എന്നാണ്. റെസ്റ്റിംഗ് പീരീഡ്, അതിലേക്ക് നമുക്ക് ഇനിയും വരാം. G0 ഫേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് ബാക്കി ഫേസുകളൊന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ഇന്റർഫേസിലെ G1 ഫേസ്, അപ്പൊ നമ്മൾ ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. അതായത് ഫുൾ പാരഗ്രാഫ് വെച്ച് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ജസ്റ്റ് ഒരു ഡയഗ്രാം കൊണ്ട് നമുക്ക് ഓർമ്മയിലേക്ക് വരുത്താൻ പറ്റും ഈ പറയുന്ന സൈക്കിൾസ് എന്താണ്, ഫേസ് എന്താണ് എന്നൊക്കെ. അപ്പൊ നമുക്കതിന്റെ G1 ഫേസ് നോക്കാം. G1 ഫേസ്, ഈ G1 ഫേസ് എന്ന് പറയുന്നത് G1 ഫേസിനെ വിളിക്കുന്ന കുറച്ച് അധികം പേരുകളുണ്ട്, വേറെ കുറെ പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകളിൽ ഒന്നാമത്തത് ഗ്യാപ്പ് 1 ഫേസ്. ഗ്യാപ്പ് 1 ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഗ്യാപ്പ് ഉള്ള ഒരു ഫേസ് ആണ്. അല്ലെങ്കിൽ ഒരു എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡിവിഷനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഇന്റർഫേസ് ആണല്ലോ, ആ ഫേസിൽ നടക്കുന്ന ഒരു സ്റ്റേജ് ആണല്ലോ ഈ G1 ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗ്യാപ്പ് 1 ഫേസ് എന്ന് വിളിക്കാൻ കാരണം. അതായത് ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ സിന്തസിസ് നടക്കുന്നതിന് തൊട്ട് മുന്നേ നടക്കുന്ന ഫേസ്. ആക്ച്വലി ഈ G0 ഫേസ് ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടതില്ല. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒരു റെസ്റ്റിംഗ് ഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്യുസന്റ് സ്റ്റേജ് അല്ലെങ്കിൽ ക്യുസന്റ് ഫേസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ദാണ്ടെ ഈ G1 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോട്ടിക് ഡിവിഷന് ശേഷം അതുപോലെ സിന്തസിസിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ഫേസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഗ്യാപ്പ് 1 ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്, അതുമല്ലെങ്കിൽ പ്രീ സിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പൊ എന്തൊക്കെയാ വിളിച്ചേ? ഗ്യാപ്പ് 1 ഫേസ്, അല്ലെങ്കിൽ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്, അതുമല്ലെങ്കിൽ പ്രീ സിന്തറ്റിക് ഫേസ്. ഇങ്ങനെ 3 പേരുകളിൽ അറിയപ്പെടുന്ന ഫേസ് ആണ് G1 ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ G1 ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. G1 ഫേസിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആക്ച്വലി G1 ഫേസിൽ ഈ സെല്ല് എപ്പോഴും മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും. സെല്ലിന്റെ പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഇന്റർഫേസ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ആ ഫേസിൽ സെല്ല് എപ്പോഴും മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. സെല്ല് എപ്പോഴും മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കുന്ന ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ G1 ഫേസിൽ എന്താണ്, മെറ്റബോളിക്കലി അവര് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മളുടെ G1 ഫേസ്. ദെൻ അവിടെ G1 ഫേസിൽ RNAയുടെയും എൻസൈംസിന്റെയും
അമിനോ ആസിഡ്സിന്റെയും സിന്തസിസുകൾ നടക്കുന്നുണ്ട്. RNA, പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് അമിനോ ആസിഡ്സ്, ഇവരുടെ എല്ലാം സിന്തസിസ് നടക്കുന്ന ഒരു ഫേസ് കൂടിയാണ് G1 ഫേസ് എന്ന് പറയുന്നത്. സിന്തസൈസ് ഓഫ് RNA, protein, then amino acids and enzymes, ഇവർ എല്ലാം സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഒരു ഫേസ് ആണ് നമ്മുടെ G1 ഫേസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഫേസ് ആണ്, ഇന്റർഫേസിൽ തന്നെയുള്ള ഒരു ചെറിയ ഫേസ്. ഇന്റർഫേസ് ആണ് സെൽ സൈക്കിളിലെ ഏറ്റവും വലിയ ഫേസ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. 95% ടൈമും ഇന്റർഫേസ് ആണ് നടക്കുന്നത്. അതിൽ തന്നെയുള്ള ഒരു ചെറിയ ഫേസ് ആണ് G1 ഫേസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് G1 ഫേസ് കഴിഞ്ഞിട്ട് നേരെ S ഫേസിലേക്ക് എത്താം. G1 ഫേസ് കഴിഞ്ഞാൽ എത്തുന്നത് S ഫേസ് ആണ്. ഈ S ഫേസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, S ഫേസിനെ നമുക്ക് സിന്തസിസ് ഫേസ് എന്നാണ് വിളിക്കുക. S ഫേസിനെ വിളിക്കുന്ന പേര് സിന്തസിസ് ഫേസ്. അല്ലെങ്കിൽ അവിടെ എന്തോ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സിന്തസൈസ് മീൻസ് എന്താണ്? എന്തോ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സിന്തസൈസ് ഫേസ് അല്ലെങ്കിൽ S ഫേസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം, G1 ഫേസിനും ഒരു സിന്തസിസ് നടക്കുന്നുണ്ടല്ലോ. RNAയും പ്രോട്ടീൻസും ഒക്കെ അവിടെയാണല്ലോ സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താണ്? അവിടെ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. സോ അതുകൊണ്ടാണ് DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? S ഫേസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കുന്നത്. സിന്തറ്റിക് ഫേസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സിന്തസിസ് ഫേസ്. സിന്തസിസ് ഫേസ് എന്നാണ് നമ്മൾ S ഫേസിനെ വിളിക്കുന്നത്, സിന്തസിസ് ഫേസ് എന്ന്. അപ്പം ഈ സിന്തസിസ് ഫേസിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DNA സിന്തസിസ് ആണ് ഇവിടെ നടക്കുക. DNA സിന്തസിസ്, അല്ലെങ്കിൽ DNA സിന്തസിസ് എന്നോ അല്ലെങ്കിൽ അതിനെ DNA ഡ്യൂപ്ലിക്കേഷൻ എന്നോ പറയാം. DNA ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഒരു സെല്ലിനകത്ത് കുറച്ചധികം ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതിനൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഏതൊരു സെല്ലായാലും അതിനൊരു ജീനോമിക് കണ്ടന്റ് ഉണ്ട്. ആ ജീനോമിക് കണ്ടന്റിനെ ഡബിൾ ചെയ്യും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്തിനാ? ഈ നെക്സ്റ്റ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ, ഇതിന്റെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആണല്ലോ. ആ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ 2 സെല്ലാക്കണമല്ലോ. ആ 2 സെല്ലിലേക്കും ഈക്വൽ ആയിട്ട് നമുക്ക് ഈ ജീനോമിക് മാറ്ററിനെ കൊടുക്കുകയും വേണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് പേരന്റ് സെല്ലിൽ എത്ര ഉണ്ടായിരുന്നോ അത്രയും തന്നെ ഈ 2 ഡോട്ടർ സെൽസിനും വേണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സിന്തസിസ് ഫേസിൽ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഡ്യൂപ്ലിക്കേഷൻ നടക്കുകയാണ്. അപ്പൊ DNA സിന്തസിസ് അല്ലെങ്കിൽ DNA ഡ്യൂപ്ലിക്കേഷൻ. അതായത് ഇപ്പൊ ഇവിടെ ഒരു 2C ആണ് DNA ഉള്ളതെന്ന് വിചാരിക്കുക. ഇനിഷ്യൽ കണ്ടന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടന്റ് ആണ് ഇവിടെ കൂടുന്നത്, ഒരിക്കലും നമ്പർ കൂടുന്നില്ല. അതായത് വോളിയം ആണ് കൂടുന്നത്. അപ്പൊ ഇനിഷ്യൽ കണ്ടന്റ് എന്ന് പറയുന്നത് 2C ആണെന്നിരിക്കട്ടെ. ദെൻ അവിടുത്തെ സിന്തസിസ് ഫേസ് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അത് 4C DNA ആയിട്ട് മാറും. ഈ 2C DNA 4C DNA ആയിട്ട് മാറും. ഒരിക്കലും അവിടെ നമ്പർ കൂടുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതായത് N അല്ല C ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. വോളിയത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതാണ് S ഫേസിന്റെ പ്രത്യേകത. ഈ S ഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. അതിനെ നമുക്ക് ഗ്യാപ്പ് 2 ഫേസ് അല്ലെങ്കിൽ G2 ഫേസ് എന്ന് വിളിക്കാം. G2 ഫേസ്. ഈ G2 ഫേസിൽ എന്താ? അതിന് വേറെ കുറച്ച് പേരുകൾ കൂടെ ഉണ്ട്. G2 ഫേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിന്തസിസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ DNA ഡ്യൂപ്ലിക്കേഷന് ശേഷം വരുന്ന ഒരു ഫേസ് ആണ് ഈ G2 ഫേസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ G2 ഫേസിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് 2 ഫേസ് എന്നാണ് അതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞത്. കോമൺ ആയിട്ട് നമ്മൾ G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് എന്നാണ് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന മറ്റു ചില പേരുകളുണ്ട്. അതാണ് പ്രീ മൈറ്റോട്ടിക് ഫേസ്. ഇതാ നോക്കേ, ഇതാ ഈ മൈറ്റോസിസ് ഇല്ലേ, ഇവിടെ മൈറ്റോസിസ് അല്ലെങ്കിൽ M ഫേസ് അല്ലേ നടക്കാൻ പോന്നെ, അതിന് തൊട്ട് മുന്നേ നടക്കുന്നതല്ലേ. സോ അതിനെ പ്രീ മൈറ്റോട്ടിക് ഫേസ് എന്നാണ് വിളിക്കുക. പ്രീ മൈറ്റോട്ടിക് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് കഴിഞ്ഞു വരുന്നത്. സോ അതിനെ പോസ്റ്റ് സിന്തറ്റിക് ഫേസ് എന്നും വിളിക്കാം. ഒന്നെങ്കിൽ പ്രീ മൈറ്റോട്ടിക് ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് സിന്തറ്റിക് ഫേസ്. അതാണ് നമ്മുടെ ഗ്യാപ്പ് 2 ഫേസ് അല്ലെങ്കിൽ G2 ഫേസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. G2 ഫേസിൽ ഓൾറെഡി നമ്മുടെ DNA സിന്തസിസ് S ഫേസിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. S ഫേസ് ആയിരുന്നു നമ്മുടെ ഇന്റർഫേസിലെ ഏറ്റവും വലിയ ഫേസ്. S ഫേസ് ആയിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർഫേസിലെ ഏറ്റവും വലിയ ഫേസ് ഏതാണ്? അതാണ് S ഫേസ്.
ഓക്കെ, ആ എസ് ഫേസിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു? DNA-യുടെ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് G2 ഫേസിലേക്ക് വരുമ്പം ആ DNA ഡ്യൂപ്ലിക്കേഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. DNA റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യും. DNA റെപ്ലിക്കേഷൻ സ്റ്റോപ്പ്. DNA റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്താലും എന്തോ നടക്കും? നമ്മുടെ G1 ഫേസിൽ നടന്നതുപോലെ എന്തൊക്കെ? പ്രോട്ടീൻസ്, RNA, എൻസൈംസ് ഇതൊക്കെ അങ്ങോട്ട് നടക്കും. അപ്പം സിന്തസിസ് ഓഫ് RNA, പ്രോട്ടീൻ എക്സെട്ര ഒക്കേഴ്സ്. ഇവിടെ സിന്തസിസ് ഓഫ് RNA നടക്കും, പ്രോട്ടീൻ നടക്കും, അതേപോലെ എൻസൈംസ് നടക്കും, അതൊക്കെ നടക്കും. പക്ഷെ എന്ത് നടക്കത്തില്ല? DNA-യുടെ റെപ്ലിക്കേഷൻ നടക്കത്തില്ല. അതാണ് നമ്മുടെ G2 ഫേസിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയുമാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇന്റർഫേസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇന്റർഫേസിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർഫേസ് ആണ് ലോങ്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു. ഇന്റർഫേസ് താണ്ട് ഇവിടുന്ന് ഇന്റർഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമേ ഓൾറെഡി ഒരു മൈറ്റോസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്ന ഒരു മൈറ്റോസിന് ഇടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർഫേസിൽ G1 ഫേസിൽ എന്തൊക്കെ നടക്കുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഫേസ് ആയിട്ടുള്ള എസ് ഫേസ്, അവിടെ DNA-യുടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമെന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് G2 ഫേസിലേക്ക് പോയി. അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ എഴുതിയിട്ടിരിക്കുന്ന G2 ഫേസ്. അവിടെ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയുന്നത്, അവിടെയും എന്തൊക്കെ നടക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് എം ഫേസിലേക്കാണ്. എം ഫേസ് ആണ് ആക്ച്വൽ ഡിവിഷൻ ഫേസ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് മറ്റൊരു ഫേസിനെ പറയാം. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് പറഞ്ഞതായിരുന്നു. അതാണ് G0 ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ആ G0 ഫേസ് എന്താണെന്ന് നോക്കാം. G0 ഫേസ് ആക്ച്വലി G0 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G0 ഫേസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ക്യുസന്റ് സ്റ്റേജ് എന്നാണ്. ക്യുസന്റ് സ്റ്റേജ്. എന്താണ് ക്യുസന്റ് സ്റ്റേജ്? ക്യുസന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല. സെല്ല് ആക്റ്റീവ് ആയിരിക്കും, സെല്ല് പക്ഷെ റെസ്റ്റിംഗ് പീരീഡിലായിരിക്കും. സെല്ലിന് മൈറ്റോജൻസിന്റെ അവൈലബിലിറ്റി കുറവായുണ്ട്. അപ്പൊ എന്താണ് മൈറ്റോജൻസ് എന്നൊരു ചോദ്യമുണ്ട്. മൈറ്റോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആണ്. മൈറ്റോസിസ് നടക്കാൻ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കാൻ വേണ്ടിയിരുന്ന ആവശ്യമായിട്ടുള്ള എനർജി റിച്ച് കോമ്പൗണ്ട് ആണ് ഈ മൈറ്റോജൻസ്. ആ മൈറ്റോജൻസിന്റെ നോൺ അവൈലബിലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എന്തോ നടക്കും? ഈ സെല്ലുകളെല്ലാം തൽക്കാലത്തേക്കൊന്ന് റെസ്റ്റിംഗ് പീരീഡിലിരിക്കും. അതാണ് ഇവിടെ റെസ്റ്റിംഗ് പീരീഡിലിരിക്കും. ഈ റെസ്റ്റിംഗ് പീരീഡിലിരിക്കുന്ന ഫേസ് ആണ് G0 ഫേസ് എന്ന് പറയുന്നത്. ഈ G0 ഫേസിന് കുറെ നേരം റെസ്റ്റിംഗ് പീരീഡിലിരിക്കുന്ന ഈ സെല്ലുകൾക്ക് മൈറ്റോജൻ കിട്ടിയെന്ന് അങ്ങോട്ട് വിചാരിക്കുക. കിട്ടിയാൽ എന്ത് സംഭവിക്കും? അത് നേരെ G1 ഫേസിലേക്ക് കയറും. അടുത്ത എസ് ഫേസ് G2 ഫേസ് നടന്ന് നേരെ മൈറ്റോസിസിലേക്ക് എത്തും. അതാണ് ഒരു സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം സെൽ സൈക്കിളിന്റെ ഇന്റർഫേസ് ആണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്.